ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് അയത്തുള്ള മുജ്തബ ഖൊമേനി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ തന്റെ പിതാവിനേക്കാൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നതായി US രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. US ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖൊമേനിയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഭരണകൂടം കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുകയുമാണ്. മുജ്തബ ഖൊമേനി ഇതുവരെ ആണവായുധ നിർമ്മാണത്തെക്കുറിച്ച് പരസ്യമായ പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനിയുടെ നിലപാടുകളെക്കുറിച്ചുള്ള അമേരിക്കൻ രഹസ്യാന്വേഷണ വിവരങ്ങളിൽ ഭൂരിഭാഗവും യുദ്ധത്തിന് മുമ്പുള്ളതാണെന്നാണ് US ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ്. US ഇറാൻ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഖൊമേനി ആരോഗ്യ കാരണങ്ങളാലും തുടർച്ചയായി അമേരിക്ക നടത്തുന്ന വ്യോമാക്രമണങ്ങൾ ഭയന്നും പൊതുവേദികളിൽ നിന്നടക്കം വിട്ടുനിൽക്കുകയാണെന്നാണ് അമേരിക്കൻ നിഗമനം. അദ്ദേഹം ഇപ്പോഴും സർക്കാരിന്റെ തലപ്പത്ത് തുടരുന്നുണ്ടെങ്കിലും 36 വർഷത്തിലേറെ രാജ്യം ഭരിച്ച പിതാവിന്റെ അത്രയും സമ്പൂർണ്ണ അധികാരമോ അല്ലെങ്കിൽ സ്വാധീനമോ അദ്ദേഹത്തിന് ഇല്ലെന്നാണ് US ഇന്റലിജൻസ് വിലയിരുത്തൽ. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കണോ എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കുവാൻ ലക്ഷ്യമിടുന്നുണ്ടെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം അമേരിക്കയ്ക്ക് ഒരുപക്ഷെ തങ്ങളുടെ ആക്രമണം കടുപ്പിക്കുവാനുള്ള മറ്റൊരു ന്യായീകരണമായി മാറിയേക്കും. ടെഹ്റാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ പുനരാരംഭിക്കുവാൻ ഇതുവരെ നീക്കങ്ങൾ ഒന്നും നടത്തിയിട്ടില്ലെന്ന് US ഉദ്യോഗസ്ഥർ തറപ്പിച്ച് പറയുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ വർഷം തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ ഇടവേളകളിലും തങ്ങളുടെ അവശേഷിക്കുന്ന ആണവ സ്വത്തുക്കൾ സംരക്ഷിക്കുവാനുള്ള കനത്ത മുൻകരുതലുകൾ ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട്. അമേരിക്കൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ ഇറാൻ തങ്ങളുടെ ചില ആണവ സെൻട്രിഫ്യൂജുകൾ അതീവ സുരക്ഷയുള്ള ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും റിപ്പോർട്ട് പറയുന്നു. അമേരിക്ക പിക്കാക്സ് മൗണ്ടൻ എന്ന് വിശേഷിപ്പിക്കുന്ന മധ്യ ഇറാനിലെ കേന്ദ്രത്തിലേക്കാണ് ഇവ മാറ്റിയത്. ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലുകൾ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേർണലാണ് ഈ സുപ്രധാന വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാന്റെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ US സൈന്യം കനത്ത ആക്രമണം നടത്തിയിരുന്നു. ഫോർഡോ, നതാൻസ് എന്നീ കേന്ദ്രങ്ങളിൽ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച് വ്യോമസേനയുടെ പക്കലുള്ള ഏറ്റവും വലിയ പരമ്പരാഗത ബോംബുകളാണ് അന്ന് അമേരിക്ക വർഷിച്ചത്. ഇതിനു പുറമെ 3ാമത്തെ കേന്ദ്രമായ ഇസ്ഫാനിൽ ടോമഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ചും ആക്രമണം നടത്തി. ഈ സൈനിക നടപടിയിലൂടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തതായി അന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ US ആക്രമണം ഇറാന്റെ ആണവ പദ്ധതികളെ ഏതാനും മാസങ്ങൾ മാത്രമേ പിന്നോട്ടടിച്ചിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ വരുന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ. പിക്കാക്സ് മൗണ്ടനിലേക്കുള്ള സെൻട്രിഫ്യൂജുകളുടെ ഈ മാറ്റം അമേരിക്കയ്ക്ക് പുതിയ തലവേദന സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. നാശനഷ്ടങ്ങൾ വിലയിരുത്തിയതിനു ശേഷം അമേരിക്കൻ ബോംബുകൾക്ക് ഭൂമിക്കടിയിൽ എത്രത്തോളം അല്ലെങ്കിൽ ആഴത്തിൽ തുളച്ചു കയറുവാൻ സാധിക്കുമെന്ന് ഇതോടെ ഇറാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിനെക്കാട്ടിലും വളരെ താഴെയായി നിർമ്മിച്ചിട്ടുള്ള പിക്കാക്സ് മൗണ്ടനിലെ അതീവ സുരക്ഷാ ഭൂഗർഭാറകൾക്ക് അമേരിക്കയുടെ പരമ്പരാഗത വ്യോമാക്രമണങ്ങളെ അനായാസം അതിജീവിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇറാൻ. എന്നാൽ വ്യോമാക്രമണങ്ങൾക്ക് പകരം അമേരിക്ക കമാൻഡോകളെ നേരിട്ട് പിക്കാക്സ് മൗണ്ടനിൽ നുഴഞ്ഞു കയറ്റി മിന്നലാക്രമണം നടത്തിയേക്കുമെന്നുള്ളൊരു ഭയം ഇപ്പോഴും ഇറാനുണ്ട്. കരസേനയെ ഉപയോഗിച്ച് ഈ കേന്ദ്രത്തിനുള്ളിൽ കടന്ന് അവിടെയുള്ള സജ്ജീകരണങ്ങൾ തകർക്കുവാനുള്ള സാധ്യത അവർ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ കരയാക്രമണം തടയുന്നതിനായി ഇറാൻ തങ്ങളുടെ സൈന്യത്തെ പിക്കാക്സ് മൗണ്ടൻ മേഖലയിൽ വലിയ തോതിൽ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് US രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.